അത് എഡ്ഡി, ടീച്ചറിന്റെ രണ്ടാമത്തെ മകനാ. അത് ബിജോ, ഇളയ ചെക്കനാ. ഇതുപോലെ ഇനി എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം കൂടി ഉണ്ട്. ഒരുത്തൻ അവൻ ഈ സിനിമ സ്റ്റണ്ട് ആർട്ടിസ്റ്റാ. അവനിടയ്ക്ക് തള്ളയെ വന്ന് കണ്ടു പോകാറുണ്ട്. പിന്നെ മൂത്തൊരുത്തൻ. അവനെങ്ങനെ കുഴപ്പക്കാരന്? കുഴപ്പക്കാരനാണോന്ന് ചോദിച്ചാ അപ്പൊ എന്റെ ഈ ലുക്കൊക്കെ കണ്ടപ്പോ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ, ഞാനാണ് മേരി ടീച്ചർ. ഈ കാണുന്നതാണ് എഡ്ഡി, മറ്റേത് ബിജോയ്. ഇനി 2 പേരും കൂടി ഉണ്ട്. അവന്മാരെ ഞാൻ വഴിയെ പരിചയപ്പെടുത്താം. അപ്പൊ പിന്നെ തുടങ്ങാല്ലേ? വെടി പറയുകയാ, പട പറയുകയാ. ഞാൻ എന്ത് ചെയ്താലും ഇങ്ങനെ വെള്ളിയാവും. ഒറിജിനൽ ട്രാക്ക് ഒന്ന് ഇട്ടുതരോ? വിട പറയുകയാണോ ചിരിയുടെ ടേക്ക് ഓഫ് തന്നെ പൊളിച്ച്. ക്ലൈമാക്സ് കുത്തണ്ട കുത്ത, നീ ആദ്യമേ വന്ന് കുത്തോടാ. നിന്റെ കുഞ്ഞമ്മയുടെ മോക്കടെ മൂക്കുത്താൻ പോകണ്ട, നിർത്തിക്കല്ലടാ നീ കുത്തണത്. കേടാ പോയിട്ട് ഒന്നുകൂടി സ്ലോ മോഷൻ പാടാ. വിട പറയുകയാണോ ചിരിയുടെ ബിലാൽ മോനെ, ബിലാൽ മോനെ. മുരുക പാട്ട് കിടുക. ആചാരപടിക്കിതാ ബെസ്റ്റ്. ഇവന്റെ വാപ്പായ ദുബായിലായിരുന്നു, ഒന്ന് കാണാമെന്നതാ. പണിയും കഴിഞ്ഞ് അടുത്ത വിമാനത്തിൽ ബാപ്പാക്ക് ദുബായിക്ക് പോകണം. ഞാൻ വിളിച്ചതിനുള്ള സ്പീഡിലാണ് ഈ വെടക്കം നടന്നു വന്നത്. എന്റെ ദൈവമേ, ഈ സിനിമ സ്ലോ മോഷൻ എടുത്ത് നന്നായില്ല. എന്റെ 16 അടിയന്തരം കഴിഞ്ഞിട്ട് ഇവിടെ എത്തുള്ളൂ. എന്റെ പൊന്നു ബിലാലെ, ഈ കോടയൊന്ന് മാറ്റണം, നിന്റെ മുഖം കാണട്ടെ. നീ മാസ് കാണിക്കാൻ വേണ്ടിട്ടാണ് ഈ കോടയിട്ട് വന്നത്. അതെ. എന്നിട്ട് സ്കോർ ചെയ്തത് കോടയാണല്ലോ. എടാ ഞാനിവിടെ ഓടി വന്നു, നിങ്ങൾ ഇപ്പോഴും സ്ലോ മോഷനിൽ വരാണ്. കാതുകുത്തിന് വേണ്ട കുത്ര. വേഗം പറ, പണിയും കഴിഞ്ഞ അടുത്ത വിമാനത്തിൽ ബാപ്പാക്ക് ദുബായി പോവാളാണ്. അയ്യോ, എന്റെ ബിലാലിന്റെ മോനാണ് ഇത്. എടാ, നിന്റെ മുത്തശ്ശിയാടാ ഞാൻ. മുത്തശ്ശിയാ? അപ്പൊ വാപ്പയെന്ന് പറഞ്ഞു. ഞാൻ 5 ഡയലോഗ് പറഞ്ഞു. പിന്നെ തന്തേനെ മാറ്റിയല്ലേ 5 ഡയലോഗ് പറഞ്ഞു. അതൊന്ന് പറഞ്ഞോട്ടെ. വേഗം പറ, പണിയും കഴിഞ്ഞ അടുത്ത വിമാനത്തിൽ ബാപ്പാക്ക് ദുബായി പോവാളാണ്. ആ ചെന്ന് കേറിക്കൊടിപ്പ, ചെന്ന് കേറാൻ പറ്റിയ സ്ഥലം. ഞാനിതൊന്ന് പറഞ്ഞു തീർക്കട്ടെ. വേഗം പറ, ഇല്ലെങ്കിൽ അണ്ണാക്കിയിട്ട് ഞാൻ പൊട്ടിക്കും ഞാൻ. എടാ, നിനക്ക് വല്ല കുഴപ്പമുണ്ടാ? അവന്റെ അണ്ണാക്കി കയറ്റി തോക്ക് വെച്ചിട്ടാണ് പറ പറ പറയെന്ന് പറയണ. അതെടുത്തിട്ട് പറയിപ്പിക്ക്. സോറി, വേഗം പറ, ഇല്ലെങ്കിൽ ഞാൻ പൊട്ടിക്കും. വേഗം പറയടാ, വേഗം പോവലടാ. എടാ ഒന്ന് പറഞ്ഞിട്ട് പോടാ. എടാ പോവല്ല പ്ലീസ്, ഒന്ന് പറഞ്ഞിട്ട് പോടാ. എന്തെന്നാടാ? എന്ത് പറയാനാണ്? അല്ല, 1-ാം തീയതി ബിവറേജ് ആവതല്ലേ, അപ്പൊ ബ്ലാക്കിന് എവിടെ സാധനം കിട്ടാൻ ചോദിച്ചാൽ അവന്മാരത് പറഞ്ഞില്ല. ശരി, നിങ്ങക്ക് ഞാൻ പണി തരുന്നുണ്ട് കേട്ടാ. എടാ, ആദ്യം നീ വല്ല പണിക്കുമ്പോ ചമ്മിയായിരുന്നാ? ചമ്മി. എന്നാ കോട എടുത്തിട്ടുള്ള മാസ് ഡയലോഗ് ഒന്ന് പറഞ്ഞ് ഫില്ല് ചെയ്തേ. ആണാ? കൊട നന്നാക്കാനുണ്ടോ കൊട, കൊട നന്നാക്കാനുണ്ടോ കൊട. എടാ, ഇതല്ലടാ മറ്റേ മാസ് ഡയലോഗ് പറ. എന്നെ കൊട പിടിച്ച് എനിക്ക് ഇത് മാത്രമേ പറയാൻ പറ്റുള്ളൂ, അല്ലാണ്ട് പാനിപൂരി എന്ന് പറയാൻ പറ്റും എനിക്ക്. ബിലാല് നിന്ന് കബൂറാക്കണുള്ള. എടാ, ഊളത്തരം പറയാനല്ല പറ, മര്യാദക്കുള്ള ഡയലോഗ് പറ. ഊളത്തരം കബൂർ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് മേരി ടീച്ചറാണ് അല്ലെങ്കിൽ ചാളമേരിയാണോ? പിന്നെ മേരി ടീച്ചർ പോലെ സംസാരിക്കും. ബിലാലേ, കൊച്ചി പഴയ കൊച്ചിയല്ല. കൊച്ചി പഴയ കൊച്ചിയെന്നറിയാം, പക്ഷെ നമ്മുടെ സ്കിറ്റ് പഴയ സ്കിറ്റ് തന്നെയാണ്. ബിലാല് പഴയ ബിലാൽ തന്നെയാണെന്ന്. എടാ ബിലാലെ, എനിക്ക് പേടിയാവുന്നടാ. ആ സായിപ്പ് ടോണി, അവൻ എന്നെ കൊല്ലും. ടോണിക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ആ പുളുത്തി കിടക്കണ്. എന്നെ കൊല്ലാൻ മന്നോന് ടോണിക്ക് മാത്രല്ലടാ, നീ കുറച്ച് പ്രോട്ടീൻ പൗഡർ കൂടി കലക്കി അണ്ണാക്കി ഒഴിച്ചു കൊടു. അങ്ങനല്ല ഞാൻ പറഞ്ഞത്, ടോണിക്കുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ടെന്ന്. എഡ്ഡി എന്തേടാ? ബാഗിനകത്ത് 3 ഉണ്ട്, പിന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. എഡ്ഡി എന്തേടാന്നല്ല ചോദിച്ചത്. എഡ്ഡി എന്തേന്ന്? എഡ്ഡിനല്ലേ ഇപ്പൊ 2 പേരെ അവിടെ കൊണ്ടുപോയത്, കണ്ടില്ലായിരുന്നാ? നമ്മൾ 2 പേരെ ഇവിടെ കോമഡി ഉണ്ട്, കുറഞ്ഞു പോണു കോമഡി. 3 പേര് വന്നിട്ട് ഈ കോമഡി കയറും തോന്നണ്ടാ. ആ കൊണ്ടുപോയ ഫ്ലെക്സിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഒരു കുന്തൂല അതിനകത്തുനിന്ന്, ഒരു കുന്തൂല. സാറ് കേട്ടിട്ട് വേണമെങ്കിൽ അതുകൂടി ഇല്ലാണ്ടാവും. പിന്നെ മുരുകൻ എന്തിയെ? വല്ല വെട്ടിക്കടയിലുണ്ടാവും. മുറുക്കാൻ എന്തിയെന്നല്ലോ ചോദിച്ചത്. മുരുകൻ എന്തിയെന്ന്? എന്തിനാണിപ്പോ മുരുകൻ? ആ സായിപ്പ് ടോണിയുടെ കുറച്ച് ഫോട്ടോസ് എടുക്കണം. ആ ഫസ്റ്റ് നല്ല ആളെ കൊണ്ടാണ് ഫോട്ടോ എടുക്കണം. സായിപ്പ് ടോണിയുടെ ഫോട്ടോ എടുക്കണ്ടതിന് പോലെ അവൻ സായിപ്പല്ല ഇവിടെ ഫോട്ടോ എടുത്ത് വെക്കും. അപ്പൊ അത് വേണ്ടട്ടോ. ആയിരിക്കുന്നവരാരൊക്കെയാ? അത് നിങ്ങൾ 4 പേരും പോയപ്പോ ഞാൻ എടുത്തു വളർത്തിയ പിള്ളേരാ. വളർത്തിയെന്ന് പറഞ്ഞാ മതി, എടുത്തു എന്നും പറയല. ആ മുതുക്കൊന്നും എടുക്കാൻ പോലും പറ്റില്ല. ചുമ്മാ എന്റെ മുമ്പിൽ ഡംബീസ് അടിക്കല. കോമഡി മാസ്റ്റേഴ്സിന്റെ ഫിനാലെ എന്ന് പറഞ്ഞ ബനാന എന്ന് പറഞ്ഞ പഴമാണ്. ആ പഴം പുഴുങ്ങി പോലെ നിക്കാണ്ട് തെറ്റുമ്പോ പറഞ്ഞോടോ. ബിലാലെ, ബിലാലെ, നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെ എനിക്ക് അവര്.
അവരെന്താ ചെയ്യണത്? അവര് പുറത്തു പോയി പഠിക്കുന്ന പിള്ളേരാ. അപ്പൊ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ? അല്ല, പുറത്തു നിന്ന് പഠിക്കാന്ന് പറഞ്ഞു. അതല്ല, അവര് വിദേശത്ത് പോയി പഠിക്കുന്ന പിള്ളേരാന്ന്. എന്ത് ചെയ്യും? നീ എന്തെങ്കിലും ഒന്ന് ചെയ്തു നോക്കാം, അറിയാം അവരെന്ത് ചെയ്യും. ബിലാൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നീക്ക് തിരിച്ചു ചെയ്യൂടാ. ഈ ബിലാലിന്റെ പേര് കേട്ടാ മതി എല്ലാവരും ഒന്ന് ഞെട്ടും. അതെങ്ങനെ ഞെട്ടാതിരിക്കും? ഇവന് ബിലാലെന്ന് പേരിട്ട് തന്നെ ഞാനാ. ശരിക്കും എന്റെ പേരെന്തായിരുന്നു അറിയാവോ? ബാലരാമപുരം ലാലെന്നായിരുന്നു. ഞാനത് ഷോർട്ടാക്കി ബിലാലേന്ന് വിളിച്ച്, അങ്ങനെ വിളിച്ച് ഇപ്പൊ ബിലാലേ ആയതാണ്. അതെ, ബിഗ് ബിയുടെ റൂട്ട് മാറി പോണ്ടാ. ആണോ? ബിഗ് ബിയിലേക്ക് വരാം. വേഗം പറ. പണിയും കഴിഞ്ഞ അടുത്ത വിമാനത്തിൽ ബാപ്പാക്ക് ദുബായി പോവാളാണ്. എടാ, നിനക്ക് പാസ്പോർട്ട് ഉണ്ടായിനി? ഞാൻ അത് പറഞ്ഞു കേട്ടില്ല, കറക്റ്റ് ആയിട്ട് പറഞ്ഞു പോട്ടത്. അല്ല, ഈ ഫ്ലൈറ്റിൽ കയറുന്ന മുമ്പ് എന്തെങ്കിലും തിന്നായിരുന്ന? ഒന്നും കഴിച്ചില്ലായിരുന്നു. ഞാൻ പോയി എന്തെങ്കിലും എടുത്തിട്ട് വരട്ടെ? എടുത്തിട്ട് വാ. അതായിരിക്കും നല്ലത്. ബീല, അല്ല ടീച്ചർമ്മ പോയി കഴിഞ്ഞപ്പോ ഞാൻ ഒറ്റയ്ക്കായി പോലെ ഞാൻ വലിഞ്ഞു പോകൂലേ? വേറെ വഴി എന്റെ കയ്യില്. പറച്ചോനെ, ഇതാരേ ബിലാലിക്കാണ് വന്നേക്കുന്നത്? അതേടാ, എന്താ കാര്യം? എന്താ? ഒന്നുമില്ല, കൊറേ നേരമായിട്ട് കാത്തിരിക്കായിരുന്നു, നിക്കാനെ കണ്ടില്ലല്ലോ. എന്താണ് നിന്റെ കയ്യിൽ? ഇതൊരു ജർമ്മൻ ഷിപ്പേഡ് നായ. എന്താടാ? തെരുവ് നായ എണിക്ക. ടീച്ചറമ്മയുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ധകാര കോളനിയുടെ കാര്യം, അവരെ പിള്ളേരുടെ കാര്യം ഞാൻ പറയുന്നത്. അവര് ഭയങ്കര ഉടായ്പണിക്ക, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ടീച്ചർമ്മ പോയില്ലേ, അപ്പൊ ഒറ്റയ്ക്ക് നിന്ന് പുഴുങ്ങണ്ടല്ലോ എന്ന് കരുതി എന്റെ ചെറിയൊരു മോണാക്ട്. ഓഹോ, എടാ, ഇങ്ങനെയാണോ കഴിക്കണ? മുക്കി കഴിക്കി. നിന്നോട് മുക്കി കഴിക്കാനല്ല പറഞ്ഞത്, ഈ ബണ്ണ് ചായയില് മുക്കി കഴിക്കാൻ. അതാണോ? അയ്യോ, എന്താടാ? അയ്യോ, ടീച്ചറമ്മ തല്ലിന്റെ വേദന. എടാ, ഞാൻ വന്നപ്പോ തല്ലിയാൽ ഇപ്പഴാണ് നിനക്ക് വേദന എടുത്തത്? സിനിമ സ്ലോ മോഷൻ അല്ലേ, വേദന സ്ലോയിലാ വന്നത്. എടാ, നീ ഇത്രയും നാൾ ഇത് എവിടെ ഇരുന്നടാ? ടീച്ചറമ്മ തന്നെ എന്റെ അടുത്ത് പറയണം. ടീച്ചറമ്മേ, ആരുടെ മുഖത്ത് നോക്കി ടീച്ചറമ്മ ഇതുവരെ വാതിൽ അടച്ചിട്ടില്ല. പക്ഷേ ഒരു പാതിരാത്രി ഒരു മണിയുടെ വാതിൽ മുട്ടിയപ്പോഴാണ് ഞാൻ ആ കേട്ട് ഈ ചോദ്യം കേൾക്കണം. അയ്യ, അങ്ങനല്ല. ഒരു പാതിരാത്രി ഞാൻ വന്നപ്പോ ടീച്ചറമ്മ എന്റെ മുഖത്ത് നോക്കി വാതിൽ അടച്ചു. അന്ന് ഞാൻ നാട് വിട്ടു. 3 വർഷമാണ് ഞാൻ നാട് വിട്ട് മാറുന്നത്. ദൈവമേ, അന്ന് ഞാൻ വാതിലടച്ചാണ് നീ നാട് വിട്ടു പോയത്. നമ്മൾ എവിടെയാടാ താമസിക്കണത്? കൊച്ചിയിലാണാ? കൊച്ചിയിൽ വൈകുന്നേരം 6 മണി കഴിഞ്ഞ കൊതുകിന്റെ ശല്യമാണെന്ന് നിനക്ക് അറിയാൻ പാടില്ലേ? കൊതുകിനെ പേടിച്ച് ജനലും വാതിലടച്ചാണ് നീ നാട് വിട്ടു പോയത്. കൊതുകിനെ പേടിച്ച് നാട് വിടുന്ന ഒരു തിരുമണ്ടൻ. ആട് കരയണണ്ടാ? ഞാൻ എന്റെ ഫീലിട്ടാണത്. എടാ ബിലാലെ, നീ എപ്പോഴെങ്കിലും ഈ ടീച്ചറമ്മയുടെ മനസ്സ് കണ്ടിട്ടുണ്ടോടാ? കർത്തമ്മയുടെ ചെമ്മീൻ കണ്ടിട്ടുണ്ട്. ടീച്ചറമ്മയുടെ മനസ്സാണോ ചോദിച്ചില്ലേ? എന്റെ മനസ്സ് കണ്ടിട്ടുണ്ടാന്ന്. ശരിയാണ്. ഇത്രയും നാളും ഞാൻ എന്റെ കണ്ണുകൊണ്ട് മാത്രമാണ് എല്ലാം കാണാൻ ശ്രമിച്ചത്. പിന്നെ ഞങ്ങളൊക്കെ വാടക കണ്ടെടുത്തിട്ടുള്ള കാഴ്ച. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് മേരി ടീച്ചറാണ് ചാക്കോ മാഷാണ്? അല്ല, മോൻ എങ്ങനെ അടിച്ചമർത്തുകൊണ്ട് ചോദിച്ചു പോയതാണ്? എടാ, എന്റെ സ്വത്തുക്കളെല്ലാം എന്റെ ഈ 4 മക്കളുടെ പേര് ഞാൻ എഴുതി വെച്ചേക്കുവാ. ആ കിടക്കണം 3 വണ്ടി കണ്ട, ഒന്ന് എഡിക്ക്, ഒന്ന് ബിജോയ്ക്ക്, ഒന്ന് മുരുകനും ഉള്ളതാ. അപ്പൊ എനിക്കൊന്നുമില്ലേ? സ്ലോ മോഷൻ നടക്കണം. നിനക്ക് എന്തിനാടാ വണ്ടി? വണ്ടി കാശ് പോയി. പിന്നെ ഇതെല്ലാം ഇടിച്ചു പൊളിച്ച് നിങ്ങൾ നല്ലൊരു റിസോർട്ട് പണിയണം. ദേ, അവിടെ ആയിരിക്കണം കാർ പാർക്കിംഗ്. ദേ, ഇവിടെയായിട്ട് കുളം കുത്തി ഒരു സ്വിമ്മിംഗ് പൂള്. ദേ, അവിടെയാണ് ലോബി. അവിടെയായിരുന്നു നോബി. വേറെ ഓഫർ ഒന്നപ്പോ പോയി. തിരിച്ചറിയാൻ പറ്റാത്ത തിരുമണ്ട. ഞാൻ എന്റെ ഫീല് കൊണ്ട് പറഞ്ഞു പോണതാണ്. ആ ടോണി ഇങ്ങോട്ട് വരുമോ? താരട്ട് റോട്ടി വരില്ല, വെള്ളത്തിൽ മാത്രമേ വരുള്ളൂ. തോണി ഇങ്ങോട്ട് വരുന്നു. തോണി തോണി വന്നു കഴിഞ്ഞാൽ പേടിക്കണ്ട. എന്റെ ഈ തോക്ക് കൊണ്ട് ഞാൻ അവനെ വെടിവെച്ച് വീഴ്ത്തും. ദീപാവലി, ഹായ് ദീപാവലി, ദീപാവലി, ദീപാവലി. അയ്യോ, ദീപാവലിയല്ലോ, വലിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നു. വേറെ ഒന്നല്ല, നമ്മുടെ സായിപ്പ് ടോണിയും കൂട്ടുകാരുണ്ടല്ലോ, വീടിന്റെ ഫ്രണ്ടിൽ വന്ന് ഭയങ്കര വെടിവെപ്പ്. പബ്ജിയിൽ പോലും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പൊ അവരെ കൂട്ടുന്ന ഒരാൾ വരും, എന്നിട്ട് കഴുത്തിലൊരു വാരിയിടും. അപ്പൊ വീണാ മതി. നേരത്തെ അവനിട്ട പോലെ എന്തെങ്കിലുമൊക്കെ സിംഗിൾ പെർഫോമൻസ് ചെയ്യാലേ ബിലാലി മോനെ. വീഴല്ലേ. അത്യാവശ്യം ചിരി കിട്ടോണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും കോക്കറി അടിച്ച് ചിരിപ്പിക്കാൻ ഓവറാണേ. എന്താടാ, എന്ത് പറ്റി? ടീച്ചറമ്മേ, ആ നീഗ്രോ ടോണി എന്നെ വെടിവെച്ചു. പിന്നെ വെടിവെട്ടണ സമയത്താണല്ലോ ലോജിക്ക് നോക്കി നടക്കുന്നുണ്ട്. ഇത് അവൻ എന്നെ വെടിവെച്ച്. ഇത് സ്റ്റണ്ട് മാസ്റ്റർ മുരുകൻ തന്നെ തോക്കല്ലേ? ഇത് ഡമ്മി തോക്കായിരുന്നു. വെടിവെച്ചിട്ട് വെടി പോയില്ല. അയ്യോ, എനിക്ക് വയറുവേദനിക്കേ. അതല്ല, ടെൻഷൻ വന്ന എനിക്ക് അപ്പൊ വയറുവേദനിക്കും. എവിടെ ടോയ്ലറ്റ്? എവിടെയാണ്? ഞാനൊന്ന് 2-ന് പോയച്ചു വരാവേ. ഇപ്പഴെനിക്ക് സമാധാനായി. നിങ്ങളെല്ലാരും ബിഗ് ബി 2-ന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണായിരുന്നില്ലേ? നോക്ക്, കാണുന്നതാണ് ബിഗ് ബി 2. Everybody in the house, see the boys in the house. Time on to the
വേഗം പറ. പണിയും കഴിഞ്ഞ് വാപ്പാക്ക് ദുബായി പോണോന്നാണ്. വേഗം പറ. ഇവിടുത്തെ കക്കൂസ് എവിടെയാണത്? അവിടെയാണോ? എന്റെ ദൈവമേ, മോശം പോടാ. സ്ലോ മോഷന് പോയാൽ ശരിയാവൂല, ഇവിടെ ലൂസ് മോഷൻ ആവും. അയ്യേ, മോശം. വേറെ കാര്യം അറിയോ? ഇല്ല. എന്നും നമ്മള് സോഷ്യൽ മീഡിയ തുറന്ന് അപ്പ കാണാൻ പറ്റും ബിലാൽ 2 എന്ന് വരും. അമൽനീരദനാണെങ്കിൽ ഒരു പരിപാടിക്ക് പോകാൻ വയ്യ, അവിടെ വരും ബിലാൽ 2. അമൽനീരദം ഇത് കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന പ്രേക്ഷകർ കണ്ടോളൂ, ഇതാണ് ബിലാൽ 2. അത് ഷജീർ എങ്ങനെ ഇനി മമ്മൂക്ക ഫാൻസിന്റെ മുഖത്ത് നോക്കും എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്ന് കേറിക്കൂടെ ലാസ്റ്റ് ബക്കറ്റ് ചേട്ടാ മമ്മൂക്കയുടെ പിള്ളേരെ ഇത് കിട്ടും. അല്ല പക്ഷെ നല്ലൊരു ആശയത്തിലായിരുന്നു ഇതല്ലേ. നമ്മൾ മറ്റേ ബിലാല് കണ്ടിരിക്കുന്നത്, നമ്മള് ബിഗ് ബി കണ്ടിരിക്കുന്നത് ഭയങ്കര ഒരു മാസ് പടമായിട്ടാണെങ്കിൽ എന്നാലും ഹ്യൂമർ ആയിരുന്നു. രണ്ടാം ഭാഗത്തിന് നീ രണ്ടിക്കൊണ്ട് നിർത്തിച്ചല്ലടാ. അതുപോലെ തന്നെ നിങ്ങളുടെ ഗുണ്ടകളുടെ സ്ലോ മോഷൻ കിടിലായിരുന്നു. അവരെ രണ്ടുപേരെ കുറിച്ച് വല്ല പറ. അവര് കഷ്ടപ്പെട്ട് നന്നായിട്ട് ഞങ്ങളുടെ കൂടെ ഫുൾ ടൈം ഗ്രൂമിങ്ങിലൊക്കെ ആളുണ്ടായിരുന്നു. അത് വലിയൊരു ഭാഗ്യം. എങ്ങനെയുണ്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ? ഈസിയാണോ? നല്ല ഹ്യൂമർ. 2-3 കൗണ്ടറൊക്കെ പുള്ളിയെ പറഞ്ഞു. നമുക്ക് ഒരുമിച്ച് ആദ്യമായിട്ട് വിത്ത് പ്രോപ്പർട്ടി ബാറ്ററി നമ്മൾ നോക്കാൻ പോവുകയാണ്. മക്കളെ ബാറ്ററി നോക്കാം. ഓക്കെ, കമോ. കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി ധൃതതും തനതാളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി. മനോജേട്ടാ, സുമിത്തേട്ടാ 35,000 അവര് കണ്ടില്ല. 35,000 rupees ആണ് നേടിയിരിക്കുന്നത് ബാങ്ക് ഓഫ് ബോംബെ. ഷജീറെ, ഓ, ഇവർക്ക് പേയ്മെന്റ് കൊടുത്തിരുമ്പോ ബാക്കി ഇങ്ങക്ക് കൊല്ലം കിട്ടുമോ തീന്നു? അല്ല പുള്ളി അവസരം ചോദിച്ചു വന്നതാ, കൊടുത്തതാ. ഞാനിപ്പോ ഒരു ബ്രേക്ക് പറയുമ്പോ എനിക്ക് ആ സ്ലോ മോഷനിൽ ഒന്ന് നടത്തൊന്നുകൂടെ കാണാൻ പറ്റുമോ? പിന്നെന്താ? ബിലാൽ 2.